അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനിപ്പോൾ ഒമാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒമാനിൻ്റെ പ്രത്യേകത ഇൻറ്റീരിയർ ഡെക്കോർ ഫീൽഡിൽ ആവശ്യമുള്ള ഫർണിച്ചേഴ്സ്, ഇതിപ്പോൾ കിച്ചൺ എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ കഫ്റ്റീരിയ, റെസ്റ്റോറൻറ്റ്, അതേപോലെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉള്ള ആളുകൾക്ക് ഒമാൻ മാർക്കറ്റിൽ നിന്നും മെയിൻ പവർ കുറഞ്ഞ ലെവൽ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് GCCയിലുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് പരമാവധി നല്ലൊരു പ്രൈസിലേക്ക് ഫർണിച്ചർ സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആവശ്യമുള്ള ആൾക്ക് എൻ്റെ ഒമാൻ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. 90286903 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടാവും. കൂടുതലും സ്റ്റീൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ആ എക്യുപ്മെൻറ്റ്സൊക്കെ ആവശ്യമുള്ള ഹുഡ്, ഡക്റ്റ്, ടേബിള് വിത്ത് വാഷ് ബേസിൻ ഒക്കെയുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നല്ല പ്രൈസിൽ ഇൻഷാ അല്ലാഹ് കിട്ടും. അതേപോലെ സൈൻ ബോർഡ് ലെറ്റർ സൈസ് ഡിസൈന് അറിയിച്ചു കഴിഞ്ഞാൽ ലെറ്റർ ഉണ്ടാക്കി അങ്ങോട്ട് അയച്ചു തരാൻ പറ്റും. ഒമാനിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യണമെങ്കിൽ ഒമാനിൽ ചെയ്തു തരാൻ പറ്റും. ഹൈപ്പർ മാർക്കറ്റൊക്കെ ആകുമ്പോൾ കുറച്ച് വലിയ സൈസിലുള്ള സൈൻ ബോർഡൊക്കെ ആയിരിക്കുമല്ലോ, ലെറ്റേഴ്സൊക്കെ. അപ്പോൾ അതൊക്കെ വന്ന് നല്ല പ്രൈസിൽ ഇൻസ്റ്റലേഷൻ അടക്കം ചെയ്തു തരാൻ പറ്റും. UAE ആയാലും ഒമാൻ ആയാലും സൗദി ആയാലും ഒക്കെ. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് നല്ല പ്രൈസ് ഇൻഷാ അല്ലാഹ് തരാൻ പറ്റും. അതേപോലെ മെയിൻ്റനൻസ് ഒക്കെ ഒരുമിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 4-5 ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉള്ള ആളുകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഓൺ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിൽ കൂടി അവരുടെ മെയിൻ്റനൻസ് ഒക്കെ വേറൊരു കമ്പനിയെ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓൺ ടൈമിൽ അത് നമ്മൾ പോയി കറക്റ്റ് മാനേജ് ചെയ്യുന്ന രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതേപോലെ പ്രിൻറ്റിങ് എൻക്വയറീസ്, ഡിജിറ്റൽ പ്രിൻറ്റിങ്, ഓഫ്സെറ്റ് പ്രിൻറ്റിങ്, അങ്ങനെയുള്ളതൊക്കെ പരമാവധി നല്ല പ്രൈസിൽ ഇൻഷാ അല്ലാഹ് ഡെലിവറി അടക്കം ചെയ്തു തരാൻ പറ്റും. അപ്പോൾ പുതിയതായി റെസ്റ്റോറൻറ്റ്, കഫ്റ്റീരിയ, സൂപ്പർ മാർക്കറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവരുടെ ഷോപ്പിൻ്റെ ജസ്റ്റ് ഡ്രോയിങ് അയച്ചു കഴിഞ്ഞാൽ അതിന് നല്ല ബെസ്റ്റ് ഡ്രോയിങ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അയച്ചു തരാൻ പറ്റും. അതേപോലെ അതിനാവശ്യമുള്ള 3D ഡിസൈൻ, അതേപോലെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, AC, സീലിംഗ്, ഫ്ലോറിങ്, സൈനേജസ്, ഇതിൻ്റെയൊക്കെ ഡ്രോയിങ് ഒക്കെ നമുക്ക് അയച്ചു തരാൻ പറ്റും. മെഷർമെൻറ്റ് അയച്ചു തരികയാണെങ്കിൽ അത്തരം സർവീസുകൾ ഇന്ത്യ, GCC എവിടെയായാലും നമുക്ക് ഫയൽ അയച്ചു കൊടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. പിന്നെ അതേപോലെ ട്രോളി, ഹൈപ്പർ മാർക്കറ്റുകളിലേക്കുള്ള ട്രോളി, ക്യാൻഡി, അതിൻ്റെ പ്രൊഡക്ഷൻ ചൈനയിൽ ഉണ്ടായിരുന്നത് അതിപ്പോൾ അത് അവർ ഹാൻഡ് ഓവർ ചെയ്ത സെയിം ഫാക്ടറി അവൈലബിൾ ആണ്. അപ്പോൾ അവിടുന്ന് ആ സെയിം ക്വാളിറ്റി ഉള്ള സെയിം പ്രോഡക്റ്റ് നമുക്ക് വേൾഡ് വൈഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി ബെസ്റ്റിങ്ങൊക്കെ നല്ല ബെസ്റ്റ് ക്വാളിറ്റി അതിൻ്റെ സാമ്പിളൊക്കെ ആണെങ്കിൽ നമുക്ക് അയച്ചു തരും. കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ പേരിലൊക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് സപ്ലൈ ചെയ്തെടുക്കാൻ ഒക്കെ പറ്റും. ട്രോളി എല്ലാ മോഡൽ ട്രോളികളും അവൈലബിൾ ആണ്. അതേപോലെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള ഷെൽഫ്സ്, എല്ലാ ഷെൽഫുകളും, ബേക്കറി യൂണിറ്റ്, വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഡിസ്പ്ലേ യൂണിറ്റ്, മൊബൈൽ ഷോപ്പിലേക്കുള്ള ആവശ്യമുള്ള മൊബൈൽ ഡിസ്പ്ലേ കൗണ്ടേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കസ്റ്റമൈസ്ഡ് ക്വാണ്ടിറ്റി കൂടുതലുള്ള പ്രൊഡക്ഷനൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മസ്കത്ത് മബേല എന്നുള്ള സ്ഥലത്താണിപ്പോൾ ഞാനുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എൻക്വയറി ഒമാനിൽ എവിടെയാണെങ്കിലും സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്ത് നല്ല ബെസ്റ്റ് പ്രൈസും ബെസ്റ്റ് അഡ്വൈസും ഒക്കെ തരാൻ പറ്റും. ചില ആളുകൾ ഒരു വർക്ക് ചെയ്തതിന് ശേഷം അതിന് ശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം രണ്ടാമത് അത് മാറ്റി ചെയ്യേണ്ട ഒരു പ്രയാസമൊക്കെ ഇപ്പോൾ സൈൻ ബോർഡിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പിന്നെ ഫർണിച്ചറിൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ വരാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടൈമിൽ തന്നെ ചെയ്യുന്നേരം കുറച്ച് പ്രൈസ് കൂടുതലാണെങ്കിലും ഒരു നല്ല ഒരു തീരുമാനത്തിൽ വൺ ടൈം ചെയ്യുന്ന സമയത്ത് ആ പ്രോജക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാവില്ല, അതേപോലെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല ആ രീതിയിൽ. അതേപോലെ എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈമിൽ തന്നെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് തീരുമാനിച്ച് അതിൽ നിന്ന് മാറ്റം വരാത്ത രീതിയിൽ കൺഫേം ആക്കിയതിന് ശേഷം പിന്നീട് ഒരു മാറ്റങ്ങളില്ലാത്ത ലെവലിൽ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു വർക്ക് ഫ്ലോ. അല്ലെങ്കിൽ ടൈം, ക്വാളിറ്റി, അതേപോലെ കമ്മ്യൂണിക്കേഷൻ, പേയ്മെൻറ്റ്, ഇതൊക്കെ ഇൻറ്റീരിയർ ഡെക്കോർ ഫീൽഡിൽ എഫക്റ്റ് ചെയ്യും. അങ്ങനെ എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് ആദ്യം നമ്മൾ ഒരു വർക്ക് ടേംസാണ് ഉണ്ടാവാൻ, രണ്ടാമത്തെ ടേംസ് വർക്ക് തുടങ്ങി കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പറയും ഇതിങ്ങനെയല്ല അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അത് അവിടുന്ന് റിമൂവ് ചെയ്യുകയും അവിടുത്തെ ആ ഒരു എഫേർട്ട് ഓൾറെഡി ലോസായി. അപ്പോൾ വീണ്ടും രണ്ടാമത് അതേ ഒരു എഫേർട്ടിലൂടെയാണ് അത് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വേറെ അതിന് ചാർജ് വന്ന് മെറ്റീരിയൽ വീണ്ടും പർച്ചേസ് ചെയ്യേണ്ടി വന്ന് അതിൻ്റെ മുകളിൽ വീണ്ടും ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആകുന്നുണ്ട്. ആ ടൈമിൽ ലേബേഴ്സ് കൺഫ്യൂഷൻ ആവും. കാരണം അവർക്ക് കൊടുത്ത വർക്ക് ഇന്നതൊക്കെയാണ്. ഒരു വർക്കർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 100 വർക്കേഴ്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു മണിക്കൂർ കൺഫ്യൂഷൻ ആയിക്കഴിഞ്ഞാൽ ഇത് ചെയ്യണോ, ഇത് വേണ്ടേ, ഇത് മാറ്റണോ, ഇത് മാറ്റണ്ടേ, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നതോട് കൂടിയിട്ടൊക്കെ പ്രൊജക്റ്റിലൊക്കെ ഒരുപാട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം ഡിസ്റ്റർബൻസ് ഒക്കെ ഇല്ലാത്ത ലെവലിൽ ഒരു പ്രൊജക്റ്റിലുള്ള തീരുമാനം എടുക്കുന്ന കസ്റ്റമർ എപ്പോഴും അത് ആ സ്ഥലത്തുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ സ്ഥലത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വീഡിയോ കോളിൽ ഓൺ ടൈമിൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട്, ചില അധികം ഫ്ലോപ്പായ പ്രൊജക്റ്റിലൊക്കെ ഞാൻ കണ്ടത് ആൾ സ്ഥലത്തുണ്ടാവില്ല, വേറെ സ്ഥലത്തായിരിക്കും. പിന്നെ അയാൾ വേറെ പേപ്പർ വർക്കിലായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അല്ല ഇതിലും വലിയ ഇഷ്യൂ ഉള്ള വേറെ കാര്യത്തിലും ശ്രദ്ധിക്കാനും പറയാനും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ ഡീൽ ചെയ്യുന്നത് വേറൊരാളെ വേറൊരു സെക്ഷൻ ഡീൽ ചെയ്യുന്നുണ്ടാണ്, അപ്പോൾ ഇയാളുടെ അഭിപ്രായത്തിന് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിസ്റ്റർബൻസ് വർക്കുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത വർക്കായിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വൺ ടൈം വർക്ക് ബെസ്റ്റ് വർക്കായിട്ട് നമുക്ക് ഇൻറ്റീരിയർ ഫീൽഡിൽ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, ഹൈപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഏത് പ്രോജക്റ്റും ഫുൾ കമ്മ്യൂണിക്കേഷൻ വൺ ടൈം ചേഞ്ചസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ മാക്സിമം അത് കൺഫേം ആക്കാനാണ്. അതിന് ശേഷം ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള ലെവലിൽ തന്നെ ഒരു 2 ലെവലും അത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. കാരണം എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്, ഇപ്പോൾ കസ്റ്റമർ ഓക്കെ എന്നാൽ അതിൻ്റെ ബില്ലിങ് കൊണ്ടാ, അവരെങ്ങനെ പറയാം, ഓക്കെ സാധനം പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് കൊണ്ടാ. ഈ സാധനം പർച്ചേസ് ചെയ്ത മെറ്റീരിയലാണ്. മെറ്റീരിയൽ, മാൻ പവർ, ടൈം, ഇത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർ മാൻ പവർ ഇത്രയല്ലേ എക്സ്പെൻസ് വരുന്നുള്ളൂ, മെറ്റീരിയൽ ഇത്രയല്ലേ എക്സ്പെൻസ് വരുന്നുള്ളൂ. ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എമൗണ്ടിൽ നിൽക്കില്ല അവരുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മാൻ പവറിൻ്റെ ഒരു എക്സ്പെൻസ് അല്ല ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള എക്സ്പെൻസ്. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രൊജക്റ്റ് പോയി ചെയ്യാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്, ആ ഒരു മീറ്റിങ്ങിൻ്റെ വാല്യൂ ആണ് നഷ്ടപ്പെടുന്നത്. ഒരു പക്ഷേ 1,00,000 ഒമാനി റിയാലിൻ്റെ വർക്കായിരിക്കും, അല്ലെങ്കിൽ 50,000 ഒമാനി റിയാലിൻ്റെ വർക്കായിരിക്കും, അല്ലെങ്കിൽ 1000 ഒമാനി റിയാലിൻ്റെ വർക്കായിരിക്കും. അത് വേറൊരു പ്രൊജക്റ്റിലും അതിലും വലിയ വാല്യൂ ഒക്കെ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വർക്കിൻ്റെ ടൈമൊക്കെയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പം ഈ ഒരു മാൻ പവർ മാത്രം, മെറ്റീരിയൽ മാത്രം, അത് ഇത്രയാണ്, അതുകൊണ്ട് ഇത്രയാണ് ആഡ് ചെയ്യാൻ പാടുള്ളൂ, അതുകൊണ്ട് ഇത്രയാണ് എമൗണ്ട് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ടൈമൊക്കെ കൺജസ്റ്റഡ് ആകുന്ന രീതിയിൽ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഇൻറ്റീരിയർ ഫീൽഡിലുള്ള ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. ചില കസ്റ്റമേഴ്സിനെ ഇത് കൺവിൻസ് ചെയ്യാൻ പറ്റാത്തതാണ് ഉണ്ടായ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ. കാരണം കസ്റ്റമേഴ്സിന് ഇതിൻ്റെ
റിയൽ സൈഡ് എ ടു സെഡ് ലെവലിൽ അവർക്ക് അത്ര ഡീപ്പിൽ പോകാൻ പറ്റില്ല. സൈറ്റിൽ എന്ത് സംഭവിക്കുന്നു, വർക്കിൽ എന്ത് സംഭവിക്കുന്നു, മെറ്റീരിയലിൽ, മാൻ പവറിൽ, ടൈമിൽ. അപ്പോൾ അതൊക്കെ പ്രൊജക്റ്റിനെ എഫക്റ്റ് ചെയ്തിട്ട് ഇത് ലോസിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലും കസ്റ്റമർക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിലൊന്നും പ്രൊജക്റ്റായി പോകാത്ത രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്നും സപ്ലയേഴ്സിൻ്റെ സൈഡിൽ നിന്നും പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും മാൻ പവറിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ നല്ല ബെസ്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലോങ് ടേം ബിസിനസ് ഇൻഷാല്ലാ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നമുക്ക് നല്ല ക്വാളിറ്റി പ്രൊജക്റ്റുകൾ ഡിസ്കസ് ചെയ്യാനും പ്രൊജക്റ്റ് ചെയ്യാനും താല്പര്യമുള്ള ആളുകൾക്ക് ഇൻഷാല്ലാ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ മാർക്കറ്റിംഗ് സൈഡിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ ഒരുപാട് ആളുകൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്ന കാലത്താണ് ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ആൾക്കാർക്കൊക്കെ എൻക്വയറീസ് എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഡെക്കോർ, മെയിൻ്റനൻസ്, സൈൻ ബോർഡ്, ഫർണിച്ചർ സപ്ലൈ ആൻഡ് ഇൻസ്റ്റലേഷൻ, ഇതൊക്കെ എവിടെ നിന്നായാലും നമുക്ക് ആ രീതിയിലുള്ള സപ്പോർട്ട് പരമാവധി നമുക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നോക്കാം ഇൻഷാല്ലാ. പിന്നെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആ നിലക്കുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളുടെ ബെസ്റ്റ് നമുക്ക് ചെയ്യാം ഇൻഷാല്ലാ. എവിടെയായാലും നമുക്ക് എൻക്വയറീസും ഡിസ്കഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇൻഷാല്ലാ. ഓക്കെ, എന്തായാലും പരസ്പരം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ ആളുകളും